ഗൈസ്, അപ്പോ ഫൈനലി പാരഡൈസിന്റെ ടീസർ വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് തന്നെ ഉള്ളൂ, കൂടുതൽ വലിയൊരു ടീസർ ഒന്നല്ല. എന്തായാലും പടം ഇറങ്ങാറായി. സെപ്റ്റംബറിലാണ് പടം റിലീസ് വെച്ചിരിക്കുന്നത്, 24/9/2026. ഞാൻ ഓഗസ്റ്റിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചത്, സെപ്റ്റംബറിലാണ്. എനിക്ക് തോന്നിയത് ഒരു നാനിയുടെ ഒരു KGF ആക്കാൻ പോകുന്ന ഒരു സെറ്റപ്പ് പോലത്തെ ഒരു സാധനം, അത്ര തന്നെ. എനിക്ക് വാവ് ഫാക്ടർ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അതിലെ ആയാ ഷേർ എന്ന് പറഞ്ഞിട്ടുള്ള അനിരുദ്ധിന്റെ സോങ് എനിക്ക് അത് മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ എനിക്ക് അപ്പോഴും അത്തെ വിഷ്വൽസ് ഒന്നും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എങ്ങനെ ഉണ്ടാവുന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ പറയാൻ പറ്റൂ. നമുക്ക് ടീസറോ ട്രെയിലറോ കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് സുഖം തോന്നിയില്ല. പിന്നെ നാനി ആയതുകൊണ്ട് ആക്ടിങ് വൈസ് പുള്ളി പീക്ക് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ഉള്ളത് സ്റ്റോറി വൈസ് ആണ്. സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, ഒരു KGF സെറ്റപ്പ് ഒക്കെ പോലെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ക്ലാഷ് ഒക്കെയാണ് തോന്നുന്നു വരാൻ പോണത്. ടീച്ചർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഭയങ്കര ദാരിദ്ര്യത്തിൽ കുറെ പേരാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒപ്രസഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങള്. അപ്പോ അവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നാനി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആള്, ആ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും. എന്നിട്ട് അവരെല്ലാരും കൂടി വെച്ചിട്ട് ആ ഒരു സിസ്റ്റം മീൻസ് അവർക്കെതിരെ ആരാണോ വരുന്നത് അവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള സെറ്റപ്പിലായിരിക്കും. അതൊരു ചോര കളിയാണ്, ഒരു ബ്ലഡ് ബാത്ത് സെറ്റപ്പ് തന്നെയാണ്. ഫുൾ ടൈം നാനിയുടെ മേത്ത് ചോര തന്നെയാണ്. ചുവപ്പ് കളറിലാണ് നാനി ഫുൾ ടൈം ഉള്ളത്. പിന്നെ നാനിക്ക് പിന്നെ ബോഡിയൊക്കെ ഭയങ്കര ഫിറ്റ് ആണ്. പിന്നെ ആ ഹെയർ സ്റ്റൈൽ ആയാലും അതൊക്കെ വേറൊരു നടനായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടൊക്കെ പോകേണ്ട സാധനമാണ്. പക്ഷെ നാനി ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ചിങ് തോന്നുന്നുണ്ട്. നന്നായിട്ട് പുള്ളി അത് ചെയ്യും. ആക്ടിങ് വൈസ് പുള്ളി പീക്കായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്നത് ദസറയുടെ ഡയറക്ടർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. രണ്ടും ഒരേ ആൾക്കാരാണ്. ദസറ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട മൂവിയൊന്നും അല്ല, എങ്കിലും നോക്കാം, കണ്ടിരിക്കാം എന്നല്ലാതെ ഒരു ഈ പറയുന്നൊരു ഹൈപ്പിനനുസരിച്ച് അത് എത്തുമെന്ന് എനിക്ക് അറിയില്ല സിനിമ. അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. അണ്ണൻ ഇനി അതിൽ കത്തിക്കാനുണ്ടാവും. ടീച്ചറിൽ പ്രത്യേകിച്ച് അതിലൊന്നും കാണിക്കാനൊന്നുമില്ല, സ്കോറും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ആയാഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സാധനം പുള്ളി ഇറക്കി വിട്ടിരുന്നു. ഇനി വരും. സിനിമ ഇറങ്ങിക്കഴിഞ്ഞു വെച്ചാൽ ധാരാളം അതിന്റെ തന്നെ കുറെ അതിന്റെ OST കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ധാരാളം സാധനങ്ങൾ ഇറങ്ങാനുണ്ട്. അനിരുദ്ധിന്റെ സൈഡിൽ നിന്ന് ഒരു കത്തിക്കല് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ നാനിയുടെ പെർഫോമൻസും ഉണ്ടായിരിക്കും. സിനിമ എത്രത്തോളം കയറുന്നുള്ള കാര്യം ഒരു ഉറപ്പ് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടിട്ട് പറയാം. എന്തായാലും സെപ്റ്റംബറിലാണ് ഈ ഓണത്തിന്റെ ക്ലാഷ് ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് വരണത്. അതെന്തായാലും നന്നായി. എല്ലാം കൂടി ഒരു അവിയല് പരുവത്തിൽ ഇതിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന പരിപാടിയല്ല. അപ്പോ എന്തായാലും കണ്ടിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ടീച്ചർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നിയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നല്ലൊരു സാധനം ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാനിടെ ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞത് ഏതാണ്, ഹായ് നാന കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ പുള്ളി? ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും നാനിയുടെ വന്നോ? എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. പുള്ളി ഇപ്പൊ ചെയ്തിട്ട് കുറച്ചായില്ലേ? ഹായ് നാനയാണ് തോന്നുന്നു അല്ലെ പുള്ളി ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ പാരഡൈസിലല്ലേ? അതിനിടയിൽ വലുതുണ്ടോ? വല്ലതും ഞാൻ മിസ്സാക്കിയോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ ഓക്കെ, ബൈ.